കർത്താവിൽ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചുകളുടെ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രവചനദൂതിനെ കേൾക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ഞാൻ എൻ്റെ വലിയവനായ യേശു കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ, കർത്താവായ യേശുവിൻ്റെ മകനായ പാസ്റ്റർ ക്രിസ്റ്റി ബി ജോൺ. ഈ ദിവസങ്ങളിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ എന്നെ വിടാതെ ഒരേ വേദവചനം ഇങ്ങനെ അതിൽ തന്നെ തപസ്സിരിക്കുന്ന ഒരു അനുഭവത്തിൽ എന്ന പോലെ എന്നെ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദൂത് ഉടലെടുത്തിരിക്കുന്ന ആ വചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായമാണ് എൻ്റെ കണ്ണുകളെ ഈ ദിനങ്ങളിൽ എപ്പോഴും പിടിച്ച് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 15-ാമത്തെ വചനത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചക ശിഷ്യന്മാർ ഏലിയാവിൻ്റെ ആത്മാവിനെ ഏറ്റെടുത്തിട്ട് യോർദാൻ നദിയെ ഏലിയ പ്രവാചകന്റെ പുതപ്പ് കൊണ്ട് അടിച്ച് പുലർന്നിട്ട് കയറി വരുന്ന കാഴ്ച കാണുമ്പോൾ അദ്ദേഹത്തെ കണ്ടുടനെ ചെന്ന് സാഷ്ടാംഗം വീണ് വണങ്ങുന്ന ആദരിക്കുന്ന ഒരു രംഗമാണ് ഈ പ്രസ്തുത തിരുവചനത്തിലുള്ളത്. ഈ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഒന്ന് മിഴി ഓടിക്കുമ്പോൾ ഹൃദയസ്പർശിയായ 1000 ഏടുകൾ നമുക്ക് ദൈവവചന പ്രകാരം കാണാൻ കഴിയും. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ പെട്ടെന്നൊരു ദിവസം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിന് സമ്മർദ്ദപ്പെട്ടു പോയാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല, ചിന്തിക്കേണ്ട കാര്യമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി നിൽക്കുകയോ ആബ്സെൻ്റ് ആകുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം കാണുമോ? ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടിൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി മാറ്റപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം നിലനിൽക്കുമോ ഇല്ലയോ? വിഷമിക്കണ്ട കേട്ടോ. ഈ ദൂത് കേൾക്കുന്ന നിങ്ങൾക്ക് വേദനയോടെ മാത്രം ഇതിന് ഉത്തരം പറയാൻ കഴിഞ്ഞവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നാണ് ചിന്തിക്കുന്നത്. നേരമില്ലാതെ അങ്ങ് ഓടുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം വന്നു കയറുന്നു. ഇങ്ങനെയുള്ളതായ ജീവിതയാത്രയുടെ ഇടയിൽ പെട്ടെന്നൊരു നിമിഷം എന്തെവിടെയെങ്കിലും ഒന്ന് കാലിടറി പോയാൽ എല്ലാം അവതാളത്തിലാകുന്നു എന്നുള്ള പ്രാണഭയവും സങ്കടവുമാണ് പലരെയും അലട്ടുന്നത്. ഈ രീതി തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ഇത് മാറേണ്ടതാണ്. നിങ്ങൾ നിൽക്കുന്നത് ഒളിഞ്ഞൊരു സംവിധാനത്തിനകത്താണെന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം നേരെയാകണം. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടു. അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെ കർമ്മപഥത്തിൽ നിന്ന് ഏലിയാവ് ഒരു ദിവസം പിൻവലിക്കപ്പെടുകയാണ്. ഏലിയാവിനെ ദൈവം എടുത്തു മാറ്റുമ്പോൾ പിന്നീട് എന്ത് എന്നുള്ള ചോദ്യത്തിന് 1% പോലും ആശങ്കയില്ലാത്ത വിധം തൻ്റെ ദൗത്യത്തെ ഭൂമിയിൽ ഇരട്ടി ശക്തിയോടുകൂടെ ആവിഷ്കരിച്ച് വെച്ചിട്ടാണ് ഏലിയാവ് രംഗത്തു നിന്നും കളമൊഴിയുന്നത്. ഏലിയാവ് എന്ന് പറയുന്നത് കേവലം ഒരു വലിയ പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങൾ അതിനെ വിലയിരുത്തിയാൽ നിങ്ങൾക്കൊരു ചരിത്ര സംഭവത്തെ മാത്രം വായിക്കാം. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളൊരു ഏലിയാവാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അംഗീകരിച്ചാൽ മാത്രമേ ഇന്നത്തെ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. യെസ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള പുരുഷൻ എന്ന ദൈവവചനത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? 1-2 കാര്യങ്ങൾ വേഗം ഞാൻ പറയാം. ഏലിയാവ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. സത്യത്തിൽ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി എന്നതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം ഒരു സിസ്റ്റത്തിന്റെ വക്താവായിരുന്നു. എന്തുകൊണ്ട് തൻ്റെ ആത്മീക കാലഘട്ടത്തിൽ, ശുശ്രൂഷ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്രത്തോളം അഗ്രഗണ്യനായി പ്രചാരം നേടി വളർന്നു? അതിൻ്റെ കാരണം തനിക്ക് പലയിടത്തും പ്രോഫറ്റിക്കൽ സ്കൂളുകൾ ഉണ്ടായിരുന്നു, ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നു. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ സെമിനാരികൾ ഉണ്ടായിരുന്നു എന്ന അർത്ഥം. താൻ ചെയ്യുന്ന ശുശ്രൂഷയിലേക്ക്, ദൈവത്തോടുള്ള തീഷ്ണതയിലേക്ക് ഒരു തലമുറയെ രൂപപ്പെടുത്തി എടുക്കുവാനുള്ളതായ ഒരു വലിയ ശ്രമം ഏലിയാവ് നടത്തിയിരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായി തനിക്ക് ഗിൽഗാലിൽ, യെരിഹോവിൽ, ബഥേലിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായി 10-50 പേരടങ്ങുന്നതായ ഗ്രൂപ്പുകളെ അദ്ദേഹം ഫോം ചെയ്തിരുന്നു. ഈ ഗ്രൂപ്പുകളൊന്നും കേവലം തൻ്റെ ഫാൻസ് അല്ല, പകരം തൻ്റെ ശിഷ്യന്മാരാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇത് ഫാൻസിനെ ഫോം ചെയ്യുന്ന കാലഘട്ടമാണ്. തങ്ങളെപ്പോലെ ഉള്ളവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ആരും തയ്യാറാകുകയില്ല. എന്നാൽ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നേക്കാൾ പാകതയും പക്വതയും തീഷ്ണതയുമുള്ള ഒരു ശിഷ്യ സമ്പത്തിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ദൈവസന്നിധിയിൽ ജാഗ്രത പുലർത്തിയ ഒരാളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പറയപ്പെടുന്ന യോർദാന്റെ കരയിൽ
ഏകദേശം 50ഓളം പ്രവാചക ശിഷ്യന്മാർ ഏലിയാവും എലീശയും യോർദാൻ കടന്നു പോകുന്ന കാഴ്ച നോക്കി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ താൻ ജീവിച്ചിരുന്ന കാലത്തിൽ തൻ്റെ സംവിധാനങ്ങളെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. അദ്ദേഹം വെറും ഒരു പ്രോഫറ്റ് അല്ല, ചുമ്മാ നാടും കൂടും വിട്ടിങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാളല്ല. കൃത്യമാം വിധം ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ തന്നെ ദൈവമേൽപ്പിച്ച നിയോഗവും ശുശ്രൂഷയും എന്തെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തലമുറയെ എങ്ങനെ അതിലേക്ക് രൂപപ്പെടുത്തി എടുക്കണമെന്നുള്ളതായ ദിശാബോധത്തോടുകൂടെ ശിഷ്യന്മാരെ ഫോം ചെയ്ത് നല്ല മികവുറ്റ മിടുമിടുക്കന്മാരെ അതിനകത്തൊന്ന് വാർത്തെടുത്ത് ദൈവ നിയോഗപ്രകാരം സഞ്ചരിച്ച ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ. അയാൾ സൊസൈറ്റിയിൽ വരുത്തിയ രൂപാന്തരങ്ങൾ, സ്വാധീനങ്ങൾ നിമിത്തമാണ് ഇത്രത്തോളം ശിഷ്യന്മാർ ഏലിയാവിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നത്. ഏലിയാവ് എന്ന് പറയുന്ന തിശ്ബീനായ ഏലിയാവ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വചന വഴികളിലേക്ക് ചാടിക്കയറുന്ന ഈ മനുഷ്യൻ പുരാതന കാലത്തെ യഹൂദ പശ്ചാത്തലത്തിന്റെ സാമൂഹിക പരിതസ്ഥിതിയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏലിയാവ് എന്ന് പറയുന്ന ഈ ആചാര്യനെ സംബന്ധിച്ചിടത്തോളം താനൊരു മികച്ച അഡ്മിനിസ്ട്രേറ്ററാണ്, ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്, തനിക്ക് ശിഷ്യസമ്പത്തുണ്ട്. ഒരു സമൂഹത്തെ, ഒരു ജനതയെ ദൈവത്തിലേക്ക് വ്യക്തമായി നയിക്കുവാൻ തക്കവിധം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ചിട്ടയാവിധം കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൽ നിന്ന് അവബോധം പ്രാപിച്ചൊരു മനുഷ്യനായിട്ടാണ് ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളോട് വളരെ സ്പഷ്ടമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ചർച്ച്, നിങ്ങളുടെ ബിസിനസ്, ഇവിടെയൊക്കെയും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഏലിയാവിൻ്റെ റോളാണ്. നിങ്ങളുടെ അഭാവത്തിലും ഈ സിസ്റ്റം പൊളിയാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ ഇന്ന് തന്നെ അതിന് കൃത്യമാം വിധമുള്ള അടിത്തറ ഇട്ടുകൊള്ളണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു. നിരാശ കൊണ്ട് കരഞ്ഞ് തളർന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ അവർക്ക് സമ്പാദിക്കുവാനും നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരുപാട് നേരവും സാഹചര്യങ്ങളും ദൈവം പലരുടെയും ലൈഫിൽ അനുവദിച്ചു കൊടുത്തതാണ്. പക്ഷെ അതൊന്നും വേണ്ട വിധം വിനിയോഗിക്കാതെ അലസമായി ഈ നാളെ നടക്കും, മറ്റന്നാൾ നടക്കും, വാഗ്ദത്തമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നേരം കളഞ്ഞിട്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തട്ടുകേട് പറ്റുന്ന നേരത്തെ അയ്യം വിളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, ഈ ഗതി ഇനി നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് വളരെ സ്പഷ്ടമായിട്ട് ഞാൻ നിങ്ങളോട് പുതിയൊരു വർഷത്തിലേക്ക് കയറാൻ തുടങ്ങുന്നതിന് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി നിങ്ങളോട് പറയുന്നു, നിന്റെ ജീവിതം നീ ക്രമപ്പെടുത്തണം. നിന്റെ കാര്യങ്ങൾ നീ അച്ചടക്കത്തോടുകൂടെ ചെയ്യണം. കൃത്യമാംവിധമുള്ള രൂപരേഖയ്ക്കൊത്ത വിധം നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ പണത്തെയും നിങ്ങളുടെ ബന്ധങ്ങളെയും മാനേജ് ചെയ്യുന്നതിൽ നിങ്ങൾ വിദഗ്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങൾ തുടങ്ങി വെച്ചതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ. ചേർന്ന ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ദിവസം നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒന്ന് വിശ്രമിക്കാൻ കഴിയാത്ത വിധം മാറിയിരുന്നാൽ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ അവതാളത്തിലായി പോകുമെന്നുള്ള നിലയിൽ, ഞാൻ ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല എന്ന നിലയിലുള്ള സങ്കടകരമായൊരു വാക്ക് പറയുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനിയും ഇതിനകത്ത് തുടരരുത്. നിങ്ങൾ മാറിയിരിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും, നിങ്ങൾക്ക് ഒരു ദിവസം വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാനും, ഒരു യാത്ര പോകണമെങ്കിൽ കുറേ ദിവസത്തേക്ക് യാത്ര പോകാനും കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ കർമ്മമുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തെ നിങ്ങൾ സംവിധാനം ചെയ്യണം. നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ പ്രൊജക്റ്റുകളെ നിങ്ങൾ രൂപകൽപ്പന ചെയ്യണം. നിങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങൾ ആ നിലയിലാക്കണം. ഏലിയാവ് അതാണ് പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം ദൈവം എടുത്തുയർത്തി മാറ്റുന്ന നേരത്തും താൻ തുടങ്ങി വെച്ച ഈ കർമ്മങ്ങൾ ഭൂമിയിൽ അവസാനിച്ചില്ല. താൻ തുടങ്ങി വെച്ചത് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്താണ് ഏലിയാവിന്റെ ലൈഫിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്? കുറെ പ്രവചിക്കുക എന്നുള്ളതല്ല, ഇതിലെ നടക്കെന്നുള്ളതല്ല, കൃത്യമാംവിധം ജീവിതം ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് ഒന്നാമത് അദ്ദേഹം നൽകുന്ന മെസ്സേജ്. ദൈവത്തിലേക്ക് തിരിയുക. 2, ജീവിതത്തിന് കൃത്യമാംവിധമുള്ള അടിത്തറകളിട്ട് അതിനെ നേരാമണ്ണം മുന്നോട്ട് പരിപോഷിപ്പിച്ചെടുക്കുക. ഇത് ദൈവസന്നിധിയിൽ ഏലിയാവിന്റെ ലൈഫ് നമുക്ക് നൽകുന്ന ഒരു വ്യക്തമായിരിക്കുന്ന തെളിവാണ്. ഏലിയാവിന്റെ കാലശേഷം തന്റെ ശുശ്രൂഷയുടെ അനന്തരാവകാശം എലീശയുടെ മേൽ വന്നു. ഏലിയാവ് തീയും അഗ്നിയും ഇടിമുഴക്കവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. പക്ഷെ എലീശായെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ശാന്തനാണ്.
അല്പം കൂടെ കണിശക്കാരനാണ്. ആക്യുറസിയാണ് പുള്ളിയുടെ പ്രാധാന്യമേറിയ ശുശ്രൂഷയായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് ദൂത് പറയുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ നിലയിലായിത്തീരുക എന്നുള്ളതല്ല. ഏലിയാവ് എന്തായിരുന്നു അതിൻ്റെ തന്നെ ആത്മപകർച്ച ഏലീശായുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ അത് മറ്റൊരു രൂപത്തിലാണ് വെളിപ്പെടുന്നത്. ആ തലമുറയുടെ രീതിബോധങ്ങൾക്കനുസൃതമായിട്ടാണ് അത് വ്യാപരിക്കുന്നത്. നിങ്ങൾ ഹാൻഡിൽ ചെയ്തതുപോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കാലശേഷം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അവരവരുടെ രീതിക്കനുസൃതമായി കാലഘട്ടങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ മേലും ആ തലമുറയുടെ മേലും ഒരേ ആത്മചൈതന്യം തന്നെ കൃത്യമാം വിധം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യത്തക്ക വിധം, അതിനെ ലീഡ് ചെയ്യത്തക്ക വിധം ഒരു അടിത്തറ ദൈവസന്നിധിയിൽ ഉണ്ടാക്കിയിടണം. ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവ് ഏലീശയുടെ മേൽ വരുമ്പോൾ ഏലിയാവിന്റെ ഫോട്ടോ കോപ്പി അല്ല ഏലീശ. ഏലീശ തന്നിൽ തന്നെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അയാൾ തൻ്റെതായ രീതിബോധങ്ങൾക്ക് അനുസൃതമായി തന്നെ പ്രവർത്തിച്ചു. പക്ഷെ ആത്മപ്രവൃത്തിക്ക് മാറ്റം വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഏലിയാവ് ശാരീരികമായി ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഏലിയാവ് തുടങ്ങിയ ദൗത്യം ഇപ്പോഴും ഉണ്ട്. ഏലിയാവ് തുടങ്ങിയ അസൈൻമെന്റുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഏലിയാവിന്റെ പവർ ഇപ്പോഴും ഇവിടെയുണ്ട്. ഏലിയാവിന്റെ ആശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഏലിയാവിന്റെ ദർശനങ്ങൾ അപ്പോഴും നിലനിൽക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങളെ രൂപപ്പെടുത്തുവാൻ ആ ദൈവ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ് അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ മിറാക്കിൾ എന്ന് പറയുന്നത്. 7 അത്ഭുതങ്ങൾ ചെയ്തിട്ട് യവനികയ്ക്കുള്ളിൽ മറഞ്ഞു എന്നുള്ളതല്ല. 7 അത്ഭുതങ്ങൾ ചെയ്തിട്ട് താൻ പോകുമ്പോൾ 14 അത്ഭുതങ്ങൾ ചെയ്യാൻ തക്ക വിധം മിടുമിടുക്കന്മാരായിരിക്കുന്ന ഒരു പുതിയ തലമുറയെ താൻ രംഗത്ത് കൊണ്ടുവന്ന് നിർത്തി. താൻ തുടങ്ങി വെച്ചത് മുടിഞ്ഞു പോയില്ല. തൻ്റെ മരണത്തോടുകൂടെ താൻ തുടങ്ങിയതൊക്കെ ചവപ്പെട്ടിയിൽ ആണിയടിച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നില്ല. കണ്ടിന്യൂ ചെയ്തു. നിങ്ങളുടെ അഭാവത്തിലും നിങ്ങൾ തുടങ്ങിയത് നിലനിൽക്കട്ടെ. 2, 3, 4, 5 മക്കളെ ജനിപ്പിച്ചു. കാലശേഷം അതുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. നോ, അവരെങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് ജന്മം നൽകിയ പിതാവായ നിങ്ങൾ തീരുമാനിക്കണം. അവർക്ക് ജന്മം നൽകിയ അമ്മയായ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണം. അത് ദൈവത്തിൽ നിന്ന് ചോദിച്ച് മേടിക്കണം. അതിനുള്ള ജീവിതോപാധികൾ കണ്ടെത്തണം. അതിനുവേണ്ടി സമ്പാദിക്കണം. അതിന് വേണ്ടതെല്ലാം രൂപകൽപ്പന ചെയ്യണം. ദൈവം അതിന് നിങ്ങളെ സഹായിക്കും. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. വേണ്ട വേണ്ട എന്ന് വെച്ച് മടിച്ചിരുന്നാൽ, നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്താൽ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ഇറങ്ങി പുറപ്പെടണം. ജീവിതത്തിന്റെ യോർദാന്റെ നേരെ കയ്യിലുള്ള പുതപ്പും എടുത്തുകൊണ്ട് ദൈവം എവിടെയാണ് എന്നുള്ള അന്വേഷണവുമായി ആഞ്ഞടിക്കാനും ചുവട് വെച്ചിറങ്ങാനും നീ തയ്യാറായാലേ നിന്റെ മുമ്പിലെ പ്രശ്നം വഴിമാറുകയുള്ളൂ. എലീശ തൻ്റെ ഗുരുനാഥനിൽ നിന്നും പകർന്നു കിട്ടിയ പുതപ്പുമായി ദൈവം എവിടെയെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് താൻ യോർദാനിലേക്ക് ഇറങ്ങി. ആ യോർദാൻ നദിയെ തൻ്റെ കരത്തിലിരിക്കുന്ന പുതപ്പിനാൽ സ്പർശിച്ചപ്പോൾ ആ നദി 2ആയി പിരിഞ്ഞുപോയി. നദിയുടെ ഒരു ഭാഗം അങ്ങോട്ടും ഒരു ഭാഗം ഇങ്ങോട്ടും ഒഴുകി. ജീവിതത്തിൽ എപ്പോഴും യേശു എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് കൺമുമ്പിലെ പ്രോബ്ലം നിങ്ങളുടെ മുമ്പിൽ വഴിമാറി തരുന്നത്. നിനക്കുള്ള അനുഗ്രഹം നിന്റെ കൺമുമ്പിലുണ്ട്. നിങ്ങൾക്കുള്ള വീട് നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങൾക്കുള്ള നന്മ നിങ്ങളുടെ സമീപത്തുണ്ട്. നിന്റെ ജോലിയുടെ പുരോഗതി നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. പക്ഷെ അതിനെ രൂപകൽപ്പന ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ വെക്കേണ്ട കാൽച്ചുവടിനെ നിങ്ങൾ തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ മറ്റാരിലേക്കോ പഴിചാരിക്കൊണ്ട് ഗുരു പോയേ അവര് പോയേ ഇവര് പോയേ എന്ന് പറഞ്ഞ് കാലഹരണപ്പെട്ടു പോയ പലതിനെയും ഓർത്ത് കണ്ണീരൂറ്റിക്കൊണ്ടിരിക്കാതെ ഇന്നത്തെ കർമ്മമണ്ഡലത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിശ്ചിതമായ ദർശനത്തോടുകൂടെ മുന്നോട്ടിറങ്ങുന്ന ഉജ്ജ്വല ശേഷിയുള്ളൊരു മനുഷ്യനായി നിങ്ങൾ മാറണം. നിങ്ങളുടെ പ്രഹരശേഷി ഭയങ്കരമായിരിക്കണം. നിങ്ങളുടെ ദാർശനിക വീര്യം ആക്യുറേറ്റ് ആയിരിക്കണം. അതിനകത്തൊന്നും അതും ഇതൊന്നും പറയാൻ പാടില്ല. അതിനകത്ത് പൊടിപടലങ്ങളും ചിലന്തി വലകളും കെട്ടിക്കിടക്കാൻ പാടില്ല. എൻ്റെ കുടുംബം, എൻ്റെ ലൈഫ്, എൻ്റെ സ്വപ്നം, എൻ്റെ ജീവിതം എന്നിങ്ങനെ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരാന്ന് നിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. ആ നിലയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കണമെന്നാണ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്. വിരസമായും അലസമായും നേരം പോക്കിനു വേണ്ടി കളഞ്ഞു കുളിച്ച ഒരു കാലഘട്ടത്തിന് ശേഷം നിന്റെ മുമ്പിൽ ഒരു അവസരത്തിന്റെ പുതിയ വർഷത്തെ ദൈവം കൊണ്ടുവന്നു തരുമ്പോൾ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ദിശാബോധം നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. സ്റ്റിയറിംഗ് സീറ്റിൽ കയറിയിരുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് സ്റ്റിയറിംഗ് കൈപ്പിടിച്ചുകൊണ്ട് ഉറക്കം തൂങ്ങാനല്ല നിന്നോട് പറയുന്നത് കർത്താവിന് ആത്മാവ്. എവിടേക്കാണ് ഞാനിത് പായിക്കേണ്ടത്? ഈ യന്ത്രശക്തിയുടെ അമാനുഷികമായിരിക്കുന്ന പവറിനെ എവിടേക്ക് ഞാൻ വഹിച്ചുകൊണ്ട് പോകണമെന്നുള്ള നിലയിൽ ഒരു ലോക്കോ പൈലറ്റിനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവർക്കോ ഒക്കെ ഉള്ള ഒരു കർമ്മശേഷി നിങ്ങളുടെ മേൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകണം.
ഏലിയാവിന്റെ കാലശേഷം എലീശ അത് ഏറ്റെടുക്കുകയാണ്. മഹത്വമൊന്നും ഒരാളിലും അവസാനിക്കുന്നില്ല, അത് പിന്തുടരുകയാണ്. ഇവിടെ ഇതാണ് കാണുന്നത്, അത് മറ്റൊരാളിൽ പുനർനിർമ്മിക്കപ്പെടുന്നു. ഏലിയാവിന്റെ മഹത്വം എലീശയുടെ മേൽ പുനർനിർമ്മിക്കപ്പെട്ടു. ഏലിയാവിന്റെ കാലശേഷം ആ ഓഫീസ് അതുപോലെ കണ്ടിന്യൂ ചെയ്തു. അയാളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ആ സിസ്റ്റത്തിനകത്ത് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. ആമേൻ. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്ന, നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീട് നന്നായിരിക്കുന്ന, നമ്മൾ ഒരു ദിവസം നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നിന്ന് നമ്മുടെ കൈ പുറകോട്ട് വലിച്ചാലും നമ്മുടെ കുടുംബം സുഭിക്ഷമായി തന്നെ അതിൻ്റെ നിലയിൽ മുന്നോട്ടേക്ക് പോകുന്ന നിലയിലുള്ള ഒരു അടിത്തറ സ്വന്തം ജീവിതത്തിന് ഉണ്ടാക്കിയിട്ടാലേ നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ ഏലിയാവെന്ന് വിളിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾ ഏലീശാമാരാകുകയുള്ളൂ. നിങ്ങൾ ഏലിയാവായാലേ നിങ്ങളുടെ പിള്ളേർ ഏലീശ ആകുകയുള്ളൂ. നിങ്ങൾ ഏലിയാവായാലേ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകർ നാളത്തെ ഏലീശാമാരാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ രൂപകൽപ്പന ചെയ്യപ്പെടേണ്ട മേഖലയിൽ നിങ്ങൾ കൃത്യമാംവിധം അരമുറുക്കി ഇറങ്ങിക്കൊള്ളുക എന്ന് ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ പറയുന്നു. അപ്പം ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ വന്നു എന്ന് അതൊരു മിസ്റ്റിക്കൽ മീനിങ് അല്ല. ദയവായിട്ട് അത് മനസ്സിലാക്കുക. ഓ, എലീശ അവിടെ നിന്ന് വിറച്ചു, എലീശയുടെ മേലാണ്ട് നടന്നു, ഇതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഉത്തരവാദിത്തങ്ങളുടെ കൈമാറ്റമാണ്. ഓൾഡ് ടെസ്റ്റമെന്റിന്റെയും യൂയിഷ് പശ്ചാത്തലത്തിന്റെയും രീതിയിൽ അത് ചിന്തിച്ചാൽ അത് പുത്രത്വത്തിന്റെ പകർച്ചയാണ്. അതിൻ്റെ അർത്ഥം പവർ കിട്ടിയെന്നുള്ളതല്ല, റെസ്പോൺസിബിലിറ്റി കിട്ടിയെന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന വാക്ക് മനസ്സിലാകുന്നുണ്ടോ? പവർ അല്ല കിട്ടുന്നത്, റെസ്പോൺസിബിലിറ്റി. പവർ ദൈവത്തിൽ നിന്നുള്ളതാ. ആ ഉത്തരവാദിത്വം ഗുരു കൊടുത്തു, പക്ഷെ പവർ ദൈവമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. പവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ദൈവമാണ്. ഉത്തരവാദിത്വം പകർന്നു കൊടുക്കേണ്ടത് പിതാവോ ഗുരുനാഥനോ ആണ്. ഈ പരിപാടി എലീശയുടെ മേൽ നടന്നു. പക്ഷെ പവറുണ്ടോ? പവറില്ലാത്ത എലീശമാരെ കൊണ്ട് കാലഘട്ടം നിറഞ്ഞിരിക്കുക. എന്നാൽ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൻ്റെ നടുവിൽ പവറും റെസ്പോൺസിബിലിറ്റിയും ഒരുപോലെ വന്നു ചേർന്നിരിക്കുന്ന ഒരു നില രൂപപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏലിയാവിൻ്റെ കാലശേഷം അതേയാൾ ചെയ്ത ഉത്തരവാദിത്വങ്ങൾ ഞാൻ ഇരട്ടി ദൗത്യ വീര്യത്തോടുകൂടെ ചെയ്തോളാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ വ്യക്തിയെ തൻ്റെ പുത്രത്വത്തിലേക്ക് ഏലിയാവ് വിളിച്ചു വേർതിരിക്കുന്നത്. പകർന്നു കൊടുക്കുകയാണ് ഒരു ഡീല് വെച്ചിട്ട്. പക്ഷേ ആ ഉത്തരവാദിത്വം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി കിട്ടണമെന്നില്ല. ദൈവത്തിൻ്റെ ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം തീരുമാനിക്കണം. അപ്പോൾ ഏലിയാവ് കൊടുത്ത വ്യക്തിയുടെ മേൽ ഉത്തരവാദിത്വം ഏലിയാവിൽ നിന്ന് വന്നു, പക്ഷേ അതിനുള്ള ശക്തി ദൈവവും പകർന്നു കൊടുത്തു. അപ്പോൾ ഇത് ആത്മാവിൻ്റെ പകർച്ച എന്ന് പറഞ്ഞാൽ കുറെ കയ്യടി ബഹളം എന്നുള്ളതല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. കുറെ വിറയൽ വീഴലെന്നുള്ളതല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഏലിയാവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആത്മീകമായൊരു അന്തസ്സുള്ള നിലപാടിനെ അടുത്ത ജനറേഷനിലേക്ക് ഒട്ടും കറപുരളാതെ നിലനിർത്തിക്കൊണ്ട് പോകാൻ തക്കവിധം തൻ്റെ അനന്തരാവകാശത്തിൻ്റെ മഹിമയെ മറ്റൊരാളിലേക്ക് പകർന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ച ദൗത്യത്തെയാണ് ഇവിടെ ആത്മപകർച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് പവർ ദൈവം പ്രൊഡ്യൂസ് ചെയ്തു, റെസ്പോൺസിബിലിറ്റി ഗുരുവിൽ നിന്നും കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഏലിയാവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അതിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അതൊരു ഡിസിപ്ലിനാണ്, ഒരു അച്ചടക്കമാണ്. തനിക്ക് തോന്നിയതുപോലെ കൊണ്ടുപോകലല്ല. തുടങ്ങി വെച്ച ഒരു ഒഴിഞ്ഞപ്പം തലച്ചോറില്ലാത്ത കുറെ ആൾക്കാർ കയറിയിരുന്ന ഒരു പ്രസ്ഥാനം മുടിക്കുന്നത് പോലെ അല്ലിത്. ഏലിയാവിൻ്റെ കാലശേഷം അത് ഇരട്ടി മഹിമയിൽ ജ്വലിച്ചു എങ്കിൽ അതിനെ നിലനിർത്തിയ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ട്, ഒരു ആത്മീയ അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിലേക്ക് അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞു. പൂർവ്വതലമുറകളുടെ ദർശനപ്രകാരം രൂപപ്പെട്ട പലതിൻ്റെയും പിന്മുറ അവകാശം പ്രാപിച്ച് ദൈവം ഇന്ന് നമ്മളെ പല തസ്തികകളിൽ സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തനിക്ക് ബോധിച്ചതുപോലെ പലതും കാട്ടിക്കൂട്ടുന്ന വിവരദോഷികളായ ഒരു മനുഷ്യരായി നേതാക്കന്മാരായി തീരാതെ അവിടെയും പൂർവ്വതലമുറകൾ എന്ത് ഉദ്ദേശത്തോട് ഇതൊക്കെ ദൈവത്തിൽ നിന്ന് ആർജിച്ച് രൂപപ്പെടുത്തിയെടുത്തോ, ദൈവം അവരെ ഏത് ദർശനത്തിൽ നയിച്ചോ അതേ ദർശനത്തിൽ നിന്നും കാലിടറാതെ അതിൻ്റെ ആ ഒരു വിർജിനിറ്റി സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു 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 കാഴ്ചപ്പാടാണ് ഇന്നുണ്ടാകേണ്ടത്. നിങ്ങളുടെ കുടുംബം എന്ത് ആദർശങ്ങളിൽ നിൽക്കുന്നു, ദൈവവുമായുള്ള അതിൻ്റെ ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു. നിന്റെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നീ അത് കള്ളുകുടിച്ച് മുടിക്കരുത്. നിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥനയോടും ദൈവാധിഷ്ഠിതമായൊരു ബന്ധത്തോടും കൂടെ കർത്താവിനോട് നിലവിളിച്ചും പ്രാർത്ഥിച്ചും ഉണ്ടാക്കിക്കൊണ്ടുവന്ന സ്വത്തൊക്കെ നിന്റെ തലമുറയിൽ
ധാരാളിക്കാൻ വേണ്ടി വിറ്റു തൊലയ്ക്കരുത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ പോയി വീഴരുത്. അവർ നൽകിയതിനോടുകൂടെ താലന്തുകൾ ഇരട്ടിപ്പിക്കുന്ന ഒരു ബുദ്ധിമാനായി നീ തീരണം. ഇതൊക്കെ വളരെ സ്പഷ്ടമായിട്ട് പറയട്ടെ. കാരണം ഒരുപാട് പേര് വകതിരിവില്ലാതെ പലരുടെയും വാക്ക് കേട്ട് ആ കൂടെ നിന്ന് ചിരിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ആ പുകഴ്ത്തൽവാദികളുടെ വാക്കുകൾ വേദവാക്യമായി തിരഞ്ഞെടുത്ത് കണ്ടതിനകത്തെല്ലാം ചെന്ന് എടുത്തു ചാടുന്നുണ്ട്. ദയവ് ചെയ്ത് അബദ്ധങ്ങളിൽ വീഴരുതേ. ദൈവം നിന്നെ ഏൽപ്പിച്ച നിന്റെ കർമ്മോത്സുകമായ മണ്ഡലത്തിൽ നീ അജയ്യനായ തീരുമാനമുള്ള ഒരു ചിന്താശേഷിയുള്ള മനുഷ്യനായി തന്നെ നിലനിൽക്കണമെന്നാണ് കർത്താവ് കുഞ്ഞെ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഐ റിപ്പീറ്റ്, നീ ഏലിയാവായാലേ നിന്റെ തലമുറകൾ, നിന്റെ അനന്തരാവകാശികൾ എലീശാമാരാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ കാര്യത്തിനകത്ത് അച്ചടക്കം എന്ന് പറയുന്നതാണ് ഒന്നാമത് മനസ്സിലാക്കാനുള്ളത്. ഏലിയാവിൽ നിന്ന് കിട്ടിയ അതേ കാര്യത്തെ അതേ അച്ചടക്കത്തോടുകൂടെ എലീശ കാത്തു സൂക്ഷിച്ചു. രണ്ടാമത്തത്, അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, വ്യക്തത ഉണ്ടായിരുന്നു. താൻ എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യത്തിൽ എലീശയ്ക്ക് വ്യക്തത ഉണ്ടായിരുന്നു. താൻ എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാം എന്നതിനേക്കാൾ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ യെസ്സിനേക്കാൾ കൂടുതൽ നോ പറയേണ്ടത് എവിടെ എന്നുള്ള ബോധ്യമാണ് ഒരുവനെ കൃത്യമായിരിക്കുന്ന ആ മോൾഡിനകത്ത് തന്നെ മുട്ടും മുഴകളും ഇല്ലാതെ രൂപപ്പെടുത്തി നിൽക്കുന്നത്. നിങ്ങളുടെ ആദർശത്തിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ അഭിഷേകത്തിൽ നിങ്ങൾ എന്തിനോടാണ് നോ പറയുന്നത്? വഴിയെ പോകുന്നവരും കുറെ പ്രസംഗകരും അവരും ഒക്കെ പറയുന്നതാണോ നിങ്ങളുടെ ആദർശം? അതല്ലാതെ നിങ്ങൾക്ക് സ്വസിദ്ധമാം വിധം ഈ ദൈവവചനത്തിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമാം വിധം അടിവേര് പാകപ്പെട്ട് കിട്ടിയ ഒരു വ്യക്തമായ ഒരു രൂപരേഖയുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിലനിൽക്കുവാനും നട്ടെല്ലുയർത്തുവാനും കഴിയണം. നോക്കൂ, ക്ലാരിറ്റി എന്ന് പറയുന്ന കാര്യം അത് വ്യക്തമായിരിക്കുന്നൊരു വിഷയമാണ്. ഏലിയാവിൻ്റെ ദൈവം എവിടെ? പുതപ്പ് കിട്ടിയോണ്ട് കാര്യമില്ല, എനിക്ക് കാണണം. അത് ഞാൻ ആ ദൈവത്തെ കണ്ടിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ പുതപ്പിട്ട് എലീശ നദിയെ തൊട്ട സമയത്ത് ആ ചോദ്യം ചോദിക്കുന്നത്, ഏലിയാവിൻ്റെ ദൈവം എവിടെ? കാണണം. ക്ലാരിറ്റി കിട്ടി, കൺഫർമേഷൻ കിട്ടി, ദൈവം കൂടെയുണ്ട്. മൂന്നാമത്തേത് കറേജാണ്, ധൈര്യമാണ്. നമുക്ക് ഇന്നലകളിൽ പകർന്നു കിട്ടിയ ധൈര്യം ഈ സമൂഹ കാലഘട്ടത്തിൽ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഭീഷണികളുടെ മുമ്പിൽ പോയി അടിയറ വെച്ച് പേടിച്ച് വിറച്ച് നിന്നുകൂടാ. ദൈവം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനങ്ങളിലൊന്നാണ് ദൈവികമായ ധൈര്യം. ആ ധൈര്യം എവിടെയും പുലർത്തുവാൻ തയ്യാറാകണം. തൽക്കാലം എനിക്ക് പേടിക്കാൻ മനസ്സില്ലെന്ന് ജീവിതത്തിൻ്റെ പേടിപ്പിക്കാൻ വരുന്ന ഏത് സാഹചര്യത്തോടും പറ. അത് ഏത് ലോലമായ യക്ഷിക്കഥ മുതൽ ഏത് ഭയപ്പെടുത്തുന്ന വിഷയത്തോട് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് തൽക്കാലം പേടിക്കാൻ മനസ്സില്ല. നാലാമത്തെ കാര്യം അതിൻ്റെ മേലുള്ള മൊറാലിറ്റിയാണ്. പലയിടത്തും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയട്ടെ. ഏലിയ ഒരു സിസ്റ്റത്തിൻ്റെ ക്രിയേറ്ററായിരുന്നു. തൻ്റെ കാലശേഷം അത് ഫ്ലോപ്പായില്ല. തൻ്റെ കാലശേഷം അത് കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. ഇരട്ടി പങ്കെന്താന്ന് മനസ്സിലായോ? നിങ്ങളുടെ കാലശേഷം നിങ്ങൾ തുടങ്ങി വെക്കുന്നത് നശിച്ചു പോകാതെ നിലനിർത്തുന്ന സംവിധാനത്തിൻ്റെ പേരാണ് തലമുറകളിലേക്ക് പകരുന്ന അഭിഷേകം. നിങ്ങൾ ആർജിച്ച സ്വത്ത് നിങ്ങളുടെ തലമുറകളുടെ കാലത്ത് ദൈവകൃപയോടുകൂടെ പരിപാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു വിജയമായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച് നേടിയ ശുശ്രൂഷ നിങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം നിങ്ങളുടെ തലമുറകൾ ഏറ്റെടുത്ത് നിങ്ങളെക്കാൾ ശോഭിതമായ ശക്തിയോടുകൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഏലിയാവായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ കാലശേഷം കടം കയറി മുടിയാതെ അത് നല്ല നിലയിൽ പ്രോഫിറ്റോടുകൂടെ വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയൊരു ഏലിയാവ് തന്നെയാണ്. ഇതിന് പല ദിശാമാനങ്ങളുണ്ട്. ഇതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവനവൻ നിൽക്കുന്ന മേഖലയിൽ തൻ്റെ കാലശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന രൂപരേഖ കണ്ടെത്താൻ നിങ്ങൾക്ക് ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങളോട് പറയുന്നു, നീയാണ് ദൈവത്തിൻ്റെ ഏലിയാവ്. നീ ദൈവത്തിൻ്റെ ഏലിയാവായാൽ നിൻ്റെ തലമുറ ദൈവത്തിൻ്റെ എലീശായി മാറിയിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളൊക്കെ ഇന്ന് കേട്ട ഈ ദൈവിക ദൂത് ഈ കാലഘട്ടത്തിന് നടുവിലെ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന കർത്താവിൻ്റെ സമഗ്രമായ ദൈവാലോചനയാണ്. ഈ ദൈവിക ശബ്ദത്തിന് അനുസൃതമാംവിധം ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വെക്കുവാൻ ഈ പ്രവചന ദൂത് നിമിത്തം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഇറങ്ങി വരുന്നു. ആ ഉറപ്പിൽ ദൈവം ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളതായ തിരിച്ചറിവിൽ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ കർത്താവിനെ അന്വേഷിക്കുന്നവരായി നിന്നുകൊണ്ട് പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മൂർധന്യതയെ ഇരുവശങ്ങളിലേക്കും ഒഴുക്കിക്കളയുന്ന നിലയിലുള്ള അതിശയങ്ങളുടെ ചുവടുവെപ്പുകൾക്ക് ഞങ്ങളെ ഇന്ന് യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. അങ്ങയുടെ മക്കളെ ഞാൻ എൻ്റെ കർത്താവായ യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളം
ധാരാളം ധാരാളം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.